ഏട്ടാ വരുമോ? ഭക്ഷണം കഴിക്കാം. നല്ല രസച്ചോറുണ്ടാക്കിയിട്ടുണ്ട്. വരുമോ? വരുമോ? ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്, എനിക്കറിയില്ലേ. ഗൾഫിൽ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു രസച്ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അരി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പരിപ്പും വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് പുളിയെടുത്തും അത് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതാണ് ആദ്യത്തെ പണി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി ഒരു 4 പീസ്, വറ്റൽമുളക് 4 പീസ്, കുരുമുളക്, ജീരകം, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ആ പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നല്ലൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, 1 സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്, കുറച്ച് നമ്മൾ കറിവേപ്പില ഇലയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള അരിയും പരിപ്പിലെയും വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിന് വേണ്ട അത്ര വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അല്പം പുതിന ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ പുതിന ഇലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടൊന്ന് ചൂടാക്കാം. ഒപ്പം 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് അടിപൊളിയായി. നീ ഉണ്ടിട്ടില്ലെങ്കിലും അവളെ ഊട്ടിക്കണമെന്നും നീ ഉടുത്തിട്ടില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണമെന്നുള്ള മഹത്തായ ക്രിസ്തീയ വചനങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.